എന്തുകൊണ്ടാണ് റോക്കറ്റ് അടുപ്പ് എന്ന പേര് വന്നത്, മുറിക്കല്ലില്ലാതെ റോക്കറ്റ് അടുപ്പ് എങ്ങനെ ഉണ്ടാക്കും, ഈ കല്ല് വീഴാതെ എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ 3 കാര്യങ്ങളാണ് മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് എത്തിച്ചു തന്നിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വണ്ടർ ഓഫ്. ഞാൻ അബു. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ നമ്മൾ റോക്കറ്റ് അടുപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ആ റോക്കറ്റ് അടുപ്പിൽ പങ്കുവെച്ചിരിക്കുന്നത്. നമ്മൾ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയ കട്ടൻ ചായയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റോക്കറ്റ് അടുപ്പിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് റോക്കറ്റ് അടുപ്പ് എന്ന പേര് വന്നത്, അതുമല്ലാതെ മുറിക്കല്ലില്ലാതെ റോക്കറ്റ് അടുപ്പ് എങ്ങനെ ഉണ്ടാക്കാം, പ്ലസ് നമ്മൾ റോക്കറ്റ് അടുപ്പിൽ ഒരു ഫസ്റ്റ് ബേസ് ലെയർ കഴിഞ്ഞിട്ട് നെറ്റൊക്കെ വെച്ച ശേഷം നമ്മൾ മുകളിലൊരു കല്ല് വയ്ക്കും. ആ കല്ല് ഇങ്ങനെ വീഴും. അത് വീഴാതെ ബാലൻസ് ചെയ്ത് എങ്ങനെ നമുക്ക് റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാം എന്ന വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ മുറിക്കല്ലില്ലാണ്ട് നമ്മുടെ റോക്കറ്റ് അടുപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഈ മുറിക്കല്ലിനെ ആദ്യം ഇങ്ങനെ മാറ്റുക. ആ പൊസിഷനിൽ വലിയ കല്ലിന് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഈ കല്ലിങ്ങനെ പിടിപ്പിക്കുക. എന്നിട്ട് അടുത്തൊരു കല്ല് ഇതിന് പാരലായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള റോക്കറ്റ് അടുപ്പ് എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയാണ് ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ആ നെറ്റ് 12 ഇഞ്ച് നീളം 12 ഇഞ്ച് വീതിയുള്ള നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒരു കല്ലെടുത്ത് ഫസ്റ്റ് ഈ കല്ലിൻ്റെ പാരലായിട്ട് മുകളിൽ വെച്ച് കൊടുക്കുക. ഇത് വെച്ച ശേഷം അടുത്തടുത്ത് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. പിന്നെ അതിനടുത്തത് ഇവിടെ പ്ലേസ് ചെയ്യുക. അതിൻ്റെ അടുത്തത് ഇവിടെ ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിലെന്താ വ്യത്യാസം, മുറിക്കല്ല് വെച്ചുണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പോടെ കട്ടായി പോവും. അപ്പോൾ കല്ല് മുറിച്ച് വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് റീയൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബേസ് ലെയർ സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത് നമ്മൾ ഈ ക്രോസ് വയ്ക്കുന്നത് വന്നിട്ട് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വീഴും. അപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്, ഇതിങ്ങനെ വെച്ചിട്ട് ഇതിനെ താങ്ങി പിടിച്ച് ഇതിന് മേലെ കല്ല് വയ്ക്കുക ചെയ്യുക. അതിന് പകരം നമ്മൾ ഈ സൈഡ് ശകലം ഈ ഒരു ഗ്യാപ്പ് പിടിപ്പിക്കുക. ഈ ഒരു വിട്ടിട്ട് ആ ഗ്യാപ്പിന് നമ്മൾ ഇവിടെ ഈ മേലെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഈ കല്ല് സ്റ്റേബിളായി, ഇനി ഇത് വീഴില്ല. അടുത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്ലെടുത്തിട്ട് ഇതിന് മേലെ ഇങ്ങനെ വെച്ച് ദെൻ ആസ് യൂഷ്വൽ ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന അതേ സ്റ്റൈലിൽ ഇങ്ങനെ വയ്ക്കുക. ഓരോരോ കല്ലും മേലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ആയില്ലേ? അപ്പോൾ കണ്ടോ, ഇത് വന്നിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, സ്ട്രോങ് ആണ്, വീഴില്ല. ദെൻ നമ്മളെപ്പോഴും ചെയ്യുന്ന അതേ മെത്തേഡ്, മേലൊരു കല്ല് വയ്ക്കുക, ഇതിൻ്റെ മേലെ അടുത്ത കല്ല് ഇങ്ങനെ വെച്ച് കൊടുക്കുക, അടുത്ത് ഇവിടെ ഒരു കല്ല് വെച്ച് കൊടുക്കുക, അടുത്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഈ എക്സസ് ആയിട്ട് ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ഈ കല്ല് സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് ഈ ഒരു വീഴ്ച ഒഴിവാക്കാം. അങ്ങനെയാണ് മുറിക്കല്ലില്ലാതെ റോക്കറ്റ് അടുപ്പ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിന് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. മുറിക്കല്ലില്ലാതെ റോക്കറ്റ് അടുപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മുറിക്കലില്ലാതെ എല്ലാവരും റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കിയില്ലേ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുറിക്കൽ വെച്ച് സ്ക്വയർ ടൈപ്പിൽ ഫുള്ളായിട്ട് കോയിൽ പോലെ ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ ഈ മുറിക്കല്ലിൻ്റെ മേലെ വലിയ കല്ല് വയ്ക്കുക. ഇത് മുറിക്കല്ല് വെച്ചിട്ടുള്ള റോക്കറ്റ് അടുപ്പിനുള്ള മെത്തേഡാണ് പറയുന്നത്. എന്നിട്ട് ഈ അറ്റത്ത് അടുത്ത മുറിക്കല്ല് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങാ ഭാഗത്തൊരു കല്ല്, ഇങ്ങാ ഭാഗത്തൊരു കല്ല്. അപ്പോൾ ഇത് ഫില്ലായി. നമ്മൾ മറ്റേ മുറിക്കല്ല് ഇല്ലാത്ത അടുപ്പിലുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ വെച്ചാൽ എന്തായാലും വീണ് പോകും. ആ വീണ് പോലെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഗ്യാപ്പ് ഇവിടെ പിടിപ്പിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് വിട്ട് ആ ഗ്യാപ്പിൻ്റെ പൊസിഷൻ ഇവിടെ നമ്മൾ ടാലി ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സംഗതി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, വീഴില്ല. അപ്പോൾ ഇങ്ങനെയാണ് മേലത്തെ കല്ല് വീഴാതെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ശകലം കല്ല് ഇങ്ങോട്ട് തള്ളി നിൽക്കും, എന്നാലും കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഒരു നല്ലൊരു റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് എവിടെയൊക്കെയാണോ ജോയിൻറ്റുകൾ വരുന്നത് ആ ജോയിൻറ്റിൽ കല്ല് പുഷ് ചെയ്ത് കൊടുക്കുക.
ഇതിൻ്റെ മുകളിലടുത്തത് വെച്ച് കൊടുത്തു. അടുത്തത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തു. അടുത്ത് ഇങ്ങനെ വയ്ക്കൂ. സോ ഇതുപോലെ നമ്മൾ 7 ലെയർ ഉണ്ടാക്കാം. ഈ 7 ലെയർ ഉണ്ടാക്കിയാൽ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ച അത്രയ്ക്ക് ഫയർ എപ്പോഴും മേലെ എത്തണമെന്ന് ഇല്ല. അപ്പോൾ പെട്ടെന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5 ലെയറോട് കൂടി നിർത്തിയാലും മതിയാകും. അത് നിങ്ങൾക്ക് തീ എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു 2 ലെയർ എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് 2 ലെയർ കുറച്ചിട്ട് ഉണ്ടാക്കിയ കാര്യം ഉഷാറായിട്ട് നടക്കും നമ്മുടെ റോക്കറ്റ് അടുപ്പിൻ്റെ പരിപാടി. അപ്പോൾ ഇത് വച്ച് വരുമ്പോൾ തന്നെ ഇതിനെ ഇങ്ങനെ കൈ കൊണ്ട് ഒപ്പാക്കി കൊടുക്കുക. നമ്മൾ ഉള്ളിലും ഇതുപോലെ കൈ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് ഈ റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കട്ടൻ ചായയൊക്കെ വെച്ച് കുടിക്കാമെന്നാണ് പ്ലാന്. അപ്പോൾ നമ്മുടെ 1 2 3 4 5 6 7 ലെയറിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കല്ല് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വിറക് വെച്ചിട്ട് ഇവിടെ താങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കട്ടൻ ചായക്ക് പാത്രം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 12 ഇഞ്ച് നീളം 12 ഇഞ്ച് വീതിയിൽ ഒരു വെൽഡിംഗ് മെഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെയാണ് നമ്മൾ കട്ടൻ ചായ വെക്കാനുള്ള പാത്രം വെക്കാൻ പോകുന്നത്. അപ്പോൾ റോക്കറ്റ് അടുപ്പ് കത്തിക്കാനുള്ള ഫ്യൂവൽ പറഞ്ഞു കഴിഞ്ഞാൽ വിറകാണ്. അപ്പോൾ നമ്മൾ ഈ 3 വിറക് ഇങ്ങനെ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കല്ല് വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കാൻ പോകുന്നു. നമ്മൾ ഈ പേപ്പർ അടിയിൽ ഇങ്ങനെ കൊളുത്തിയിട്ടാണ് നമ്മളതിനെ കത്തിച്ചെടുക്കാൻ പോകുന്നത്. നമ്മുടെ റോക്കറ്റ് അടുപ്പിൽ കൂടെ അടിപൊളിയായി പുക വരുന്നുണ്ട്. ഇനി വേറൊരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ചാരങ്ങൾ വരുന്നുണ്ട്. കണ്ടുണ്ടോ? പൊടി ചാരങ്ങൾ. ഈ ചാരവും ഈ പുകയും നമ്മുടെ ചട്ടിക്ക് തന്നെ വന്ന് ഫസ്റ്റ് തട്ടും. അപ്പോൾ അടിപ്പിടിക്കാനും ചട്ടി കരിയാനും കുറച്ച് ചാൻസ് കൂടുതലാണ്. അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക്. അപ്പോൾ നമ്മുടെ കട്ടൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 പേർക്കുള്ള കട്ടൻ റെഡിയാണ്. വെള്ളം തിളച്ചിട്ടില്ല, അതിന് മുന്നേ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് ഇട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് നന്നായി തിളയ്ക്കാൻ വിടാം. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഫയർ കിട്ടുന്നുണ്ട് ഉള്ളിൽ. അപ്പോൾ റോക്കറ്റ് അടുപ്പ് എന്ന പേര് എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ഫ്യൂവലിൽ കൂടുതൽ തീയും അതോടൊപ്പം തീ കത്തുന്നതിന് ഒരു നോയ്സ് ഉണ്ട്, ഒരു സൗണ്ട് ഒരു മാതിരി ഉണ്ടാകും. ഇതുകൊണ്ടാണ് ഇതിനെ റോക്കറ്റ് അടുപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കട്ടൻ റെഡി ഉണ്ട്, എടുക്കാം. ഈവനിങ് ടൈമിൽ റോക്കറ്റ് അടുപ്പിൽ കട്ടന ഉണ്ടാക്കി കുടിക്കുമ്പോൾ എന്ത് സുഖമാണ് പറഞ്ഞാൽ എൻ്റെ സാറേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റോക്കറ്റ് അടുപ്പ് വിശേഷം എല്ലാവരും കണ്ടു കാണും. എന്തുകൊണ്ടാണ് റോക്കറ്റ് അടുപ്പ് എന്ന പേര് വന്നത്, അതുമല്ലാതെ മുറിക്കല്ലില്ലാതെ റോക്കറ്റ് അടുപ്പ് എങ്ങനെ ഉണ്ടാക്കാം, അതോടൊപ്പം ആ കല്ല് വീഴാതെ എങ്ങനെ ബാലൻസ് ചെയ്ത് റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കാം, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മറ്റുള്ളവരെക്കാളും വ്യത്യസ്തമായിട്ട് നിങ്ങളിൽ ഒരു അറിവ് എത്തിച്ചു തന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം എല്ലാവരും ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിലാണ് റോക്കറ്റ് അടുപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റോക്കറ്റ് അടുപ്പൊക്കെ ഉണ്ടാക്കി അതിൽ നല്ല എള്ളം കട്ടൻ ചായ ഉണ്ടാക്കി നല്ല സന്ധ്യ സമയമാണ്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് എല്ലാവരുടെയും ഞാറൊക്കെ നടിയിൽ സമയമാണ്. അപ്പോൾ അടിപൊളി സ്ഥലമാണ് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ ഗ്രാമപ്രദേശം. നിങ്ങൾക്ക് പുറകെ കണ്ടാലേ മനസ്സിലാവും. നല്ല കിളിർത്ത് പഞ്ചയൊക്കെ ചെറിയ പഞ്ചയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നല്ലൊരു സന്ധ്യ സായാഹ്നത്തിൽ നല്ലൊരു ഇളം കട്ടൻ ചായയും കുടിച്ചിട്ട് നിങ്ങളോട് വിട പറയുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത നല്ല കുക്കിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ചാനലാണിത്. അതിൽ നമ്മൾ എന്തായാലും അടുപ്പ് എന്നത് കുക്കിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക.